പൈശാചിക തന്ത്രങ്ങളെ പുതിയ നിയമത്തിൽ പൗലോസ് പറഞ്ഞു, അറിയണം, തിരിച്ചറിയണം, യുദ്ധം ചെയ്യണം, അതിനോട് പോരാടണം. ഒരാമേൻ പറയണം. ആമേൻ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അതിട്ട് പൗലോസ് പറഞ്ഞ അടുത്ത വാക്കുണ്ട്, ഞാൻ ആരെയും ജഡത്തിൽ അറിയുന്നില്ല. ജഡത്തിൽ ആരെയും അറിയരുത്. നിങ്ങൾക്ക് ആരോടെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ബൈബിൾ അനുകൂലമല്ല. പാസ്റ്റർമാർക്കോ വിശ്വാസികൾക്കോ ദൈവമക്കൾക്കോ വ്യക്തിപരമായി വൈരാഗ്യം വരാൻ പാടില്ല. അപ്പോൾ നീ എന്നെ ഉപദ്രവിക്കുന്നെങ്കിൽ അത് നീ അല്ലടാ. നിന്റെ പുറകിൽ നിന്നെ ഉപയോഗിക്കുന്ന ഒരു പൈശാചിക സ്ട്രാറ്റജി ഉണ്ട്. അവനോട് എനിക്ക് എപ്പോഴും സ്നേഹമേ ഉള്ളൂ. എതിർക്കാൻ പോകരുത്. അവൻ അറിയാത്ത ഒരു മേഖലയിലൂടെ അവനെ പിശാച് ഉപയോഗിക്കുക. അതാ പൗലോസ് പറഞ്ഞേ, നിങ്ങൾ ആരും ജഡപ്രകാരം എന്ന് പറഞ്ഞാൽ രക്തം ഓടുന്ന ഒന്നിനോട് എനിക്ക് പ്രശ്നമില്ല. ആമേൻ. ആരോടും വൈരാഗ്യമില്ല. എന്നിട്ട് പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നു മുതൽ ഞാൻ ആരെയും ജഡത്തിൽ അറിയുന്നില്ല. അപ്പോ എന്നോട് ആരാ വരുന്നത്? ഞാൻ എങ്ങനെ പറഞ്ഞു, മോനെ നിന്നെ ഞാൻ ജഡത്തിൽ അറിയുമ്പോഴാണ് പറയുന്നത്, നീ എന്നെ ഉപദ്രവിച്ചു, നീ എന്നെ കുറ്റം പറഞ്ഞു, നീ എനിക്കെതിരെ പറഞ്ഞു, നീ സംസാരിച്ചു, നീ ശരിയല്ല, അവനെ കൂടെ നിർത്താൻ കൊള്ളത്തില്ല എന്നൊക്കെ ഉള്ള ഈ ജഡത്തിലുള്ള അറിവ് പറഞ്ഞു. ജഡത്തിൽ അറിഞ്ഞ ആരെയാ നിർത്താൻ പറ്റും? ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്നില്ല വന്ന് അവരെ പോലും കൂടെ നിർത്താൻ കൊള്ളത്തില്ല. ഒരാമയും പറഞ്ഞാട്ടെ, ആ ഓഫീസിന്റെ തൊട്ടടുത്തിരിക്കുന്ന ക്യാമറ, 2 ക്യാമറ ചേർത്തിരിക്കുക, നമുക്ക് കൂടെ ഇരിക്കാൻ പറ്റുമോ? ഇപ്പൊ അച്ഛൻ ഇപ്പൊ ഞാൻ വന്നപ്പം നമ്മള് സ്നേഹം കൊണ്ടാണ് പറയുന്നത്, നീ എനിക്ക് കൈയൊന്നും അച്ഛാ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു, പോകുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, സ്തോത്രം പറയുന്നു. ഇവ ഇന്നലെ പറഞ്ഞ എന്തോന്ന് ഞാൻ അറിഞ്ഞ ഇവന്റെ തോളെ ഞാൻ കൈയിടുവോ? ഓ, കർത്താവിന്റെ വലിയ പദ്ധതിയെ. അതാ പൗലോസ് പറയാൻ, ഞാൻ ജഡത്തിൽ ആരെയും ഇവൻ എന്ത് ചെയ്തൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ആത്മാവിൽ അവന്റെ നന്മ മാത്രമേ കാണത്തുള്ളൂ. അവൻ 90% പ്രശ്നക്കാരനാണെങ്കിലും 10% ആത്മാവിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അവൻ മാറാൻ സാധ്യതയുണ്ട്, അവൻ അനുഗ്രഹിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നാളെ അവൻ എനിക്കൊരു അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞാൻ ആരെയും ജഡത്തിൽ അറിയുന്നില്ല. അടുത്തൊരു വാക്കുകൂടെ പറയട്ടെ, ഞങ്ങൾ ഈ ജഡത്തിൽ ആരോടും പോരാടുന്നില്ല. ഞങ്ങളുടെ തന്ത്രങ്ങൾ, പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഓക്കെ, ആ വാക്ക് ശരിയായി. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പിന്നെ അടുത്ത വാക്ക പറയുന്നത്, അതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ എന്തുവാ ആ പൗലോസിന്റെ യുദ്ധം? ഞങ്ങളുടെ യുദ്ധം മുഴുവനും ആത്മീകമാണ്. അപ്പൊ ഈ കാണുന്ന ഒന്നിനോട് ഞങ്ങൾക്ക് വൈരാഗ്യമില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു പൈശാചിക സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അത് എൻ്റെ ബുദ്ധിക്ക് വെളിവാകത്തില്ല, അതെന്റെ ഹൃദയത്തിൽ മനസ്സിലാകത്തില്ല. അത് മനസ്സിലാകുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ.